ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഒരു ഷോപ്പിങ്ങിന് പോയാലോ? ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഷോപ്പിങ്ങൊക്കെ നടന്നോന്ന് ചോദിച്ചാൽ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. ഞങ്ങളല്ല കേട്ടോ, മിതുക്കുട്ടി കാര്യമായിട്ട് മിതുക്കുട്ടി കുറച്ച് ടോയ്സൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോയ്സ് ഒന്നും ഇന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം മിതുക്കുട്ടിക്ക് ഓൾറെഡി കുറച്ച് ടോയ്സ് നമ്മൾ കഴിഞ്ഞ മാസം വാങ്ങിച്ചിരുന്നല്ലോ. അപ്പോൾ ഈ മാസം ഇപ്പം വാങ്ങിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. കാരണം അവൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 12 അപ്പോൾ സെപ്റ്റംബർ 12 ആകുമ്പോഴത്തേക്കിന് അവന് സർപ്രൈസായിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. അപ്പം പതിവ് പരിപാടി മിതു തുടങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റിൻ്റെ അവിടെ ചെല്ലുക, പ്രസ് ചെയ്യുക. അപ്പം താഴോട്ട് പ്രസ് ചെയ്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവന് താഴെ മുകളിലും പ്രസ് ചെയ്യണം. അതിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇറങ്ങിക്കഴിഞ്ഞാലോ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മുതൽ മിതു അവിടെ ഓടിക്കളിയുക. ഞാൻ അവനെ വിളിച്ചുകൊണ്ടാണ് സാധാരണ പോകുന്നത്. ഇന്ന് എനിക്ക് ദേഷ്യം വന്നു. കാരണം അവന് മറ്റ് കാറിൻ്റെ ഒക്കെ പുറകെ ഓടാനായിട്ട് നിൽക്കും. അതിന് അവൻ്റെ അച്ഛൻ അവനെ എടുത്തുകൊണ്ട് പോകുന്നോളാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ ദേഷ്യപ്പെട്ടങ്ങ് പോയി. അത് കഴിഞ്ഞതാ ഇന്ന് രാവിലെ മാത്രമേ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ബർഗറൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് മക്ഡൊണാൾഡ്സിൽ കയറി ബർഗറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് മിതുവിൻ്റെ പതിവ് കോട്ട ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പറഞ്ഞ് ഞങ്ങളിങ്ങ് എത്തി. അപ്പം ഞങ്ങളിന്ന് നെസ്റ്റോയിലാണ് വന്നത് കേട്ടോ. മിയ മോളിൽ നെസ്റ്റോയില്ലേ അവിടെ വന്നപ്പോൾ 99 ദിറംസിന് 10 ടോയ്സ് ഇങ്ങനെ ഓഫർ കിടക്കുന്നുണ്ടോ. അപ്പം മിതുക്കുട്ടി ആ ട്രോളി നിറച്ചും ടോയ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ ടോയ്സ് വാരി എടുക്കുമായിരുന്നു. പിന്നെ 10 ടോയ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സെപ്റ്റംബർ 12 മിതുക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ ടോയ്സ്. അവനൊരു കാറ് വാങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ഓരോ കാറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടത് ഈ യെല്ലോ കളറാണ്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പർച്ചേസൊക്കെ കൂടെ ചെയ്തു കേട്ടോ. അതൊക്കെ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. പിന്നെ എല്ലാ ടോയ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത് വർക്ക് ചെയ്യുമോയെന്നേ, ബാറ്ററിയൊക്കെ ഇട്ട്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ദേശീയ ഭക്ഷണം കഴിക്കാനായിട്ട് പോകും. അതായത് ബിരിയാണിയാണ് മിതുക്കുട്ടി കഴിക്കുന്നത്. കാരണം അവന് നമ്മുടെ കുത്തരി ചോറെന്തോന്നാണെന്ന് അറിയത്തില്ല, അവൻ കഴിക്കത്തില്ല. അത് എൻ്റെ തെറ്റായിരിക്കും. ഞാൻ അവന് ചെറുതിലെ മുതൽ അത് ശീലിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും അവൻ ഈ ബിരിയാണി അരിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ അവന് സദ്യയ്ക്ക് പക്ഷേ അവൻ ഫുഡ് കഴിച്ചിരുന്നു. ഇനി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അങ്ങനെ ബിരിയാണി വന്നു. ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പം ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അരുണിന് തലമുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു, താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഞങ്ങൾ ഇനിയും പോകാമെന്ന് എത്തി. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്കൊരു ഫലൂടയൊക്കെ വാങ്ങിച്ചു തന്ന് ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് പോകാമെന്നായിരുന്നു അരുണിൻ്റെ പ്ലാൻ. പക്ഷേ മിതു അതെല്ലാം പൊളിച്ചു കൊടുത്തു. അവന് സമ്മതിക്കത്തില്ല. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ഫലൂടയൊക്കെ കഴിച്ചിട്ട് മിതുക്കുട്ടി ഞാനും കൂടെ വെയിറ്റ് ചെയ്തു അരുൺ ഇതൊക്കെ ചെയ്യുന്നിടം വരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ അവന് പാമ്പേഴ്സൊക്കെ നോക്കാനായിട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ ഷോപ്പിങ്ങിനായിട്ട് സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ വന്നു കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ നാളെ കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.